ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചായി വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഈ ഒരു എനർജി എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ, അവർ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കറണ്ട് എനർജി ആൻഡ് വാട്ട് ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കറണ്ട് എനർജി ആൻഡ് വാട്ട് ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഒരു എനർജി എന്താണ്, അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഓക്കെ, ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കറണ്ട് എനർജി ആൻഡ് വാട്ട് ദേ വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത്. ഓക്കെ, മാൻ ഹോൾഡിംഗ് എ കോയിൻ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള സ്പ്രെഡ്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആയിരിക്കാം. വളരെയധികം ഡീപ്പായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. പോസിറ്റീവായതും നെഗറ്റീവായിട്ടുമുള്ള ഒരുപാട് എനർജീസിലാണ് ഈ വ്യക്തിയും നിങ്ങളും കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആകുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് തവണ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പ് തന്നെ ഉപേക്ഷിച്ച് പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആ സമയങ്ങളിലെല്ലാം തന്നെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായത് ഒരിക്കലും ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ ചിന്തകൾ ഉപേക്ഷിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതൊരു റിയാലിറ്റിയാണ്. ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. ഓക്കെ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റൊരു വ്യക്തിയിൽ കാണാൻ കഴിയില്ല. ഈ വ്യക്തിയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഒപ്പോസിങ് ആണ്. അതായത് ചിലപ്പോൾ കമ്മ്യൂണിറ്റി നിങ്ങളെ എതിർക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടാവാം. അതിൻ്റെ എല്ലാം പേരിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ സാഹചര്യങ്ങളോട്. ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരണമെന്ന് വളരെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളെക്കാളേറെ നിങ്ങളുടെ പേഴ്സൺ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ടൈമിലും അവർ നിങ്ങളെ ഇത്രയും അഗാധമായിട്ട് പ്രണയിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ വളരെ ശക്തമായിട്ടുള്ള ചില വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്, ഫാമിലി ഇഷ്യൂസൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിൽ എത്തിച്ചിട്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തി ഭയങ്കരമായിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിനൊന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ വ്യക്തിയായിട്ട് മനഃപൂർവ്വമായിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കാം. പക്ഷെ ആ സമയത്തെല്ലാം അവർ ഭയക്കുന്നത് നിങ്ങൾ അവർ നഷ്ടപ്പെട്ടു പോകുമോ, അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം അവരിലുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഈ വ്യക്തിയുടെ എനർജി അത്രയും പവർഫുള്ളാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയുടെ ഓർമ്മകളെ പറിച്ചെടുത്ത് കളയാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ഓർമ്മ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിയെക്കുറിച്ച്. അതുപോലെ തന്നെയാണ് ആ വ്യക്തിക്കും ഒരു നിമിഷം പോലും നിങ്ങളെക്കുറിച്ച് അവർക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്.
സോ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ച് നോക്കൂ, നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ഇതാണ്, ആ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയും നിങ്ങൾക്ക് ബോധർ ചെയ്യാതിരിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്നൊക്കെ പറയും നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അത്രയും ബോൾഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം, എന്ത് വലിയ പ്രശ്നങ്ങളെയും നേരിടാൻ തയ്യാറുള്ള അല്ലെങ്കിൽ അത്രയും ഒരു മെൻ്റൽ എബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ ഒരു കേസ് വരുമ്പോൾ, ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അവിടെ തളർന്നു പോവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള വ്യക്തികൾക്കുള്ള റീഡിങ് തന്നെയാണിത്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? വാട്ട് യു റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? യെസ്, അവർ ഒരുപാട് കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില പ്രശ്നങ്ങൾ അവർക്ക് മുന്നിൽ തടസ്സങ്ങളായിട്ടുണ്ട്. അതിനെ അവർ ഒപ്പോസ് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് എന്ന് പറയുന്നുണ്ട്. അവർ നിങ്ങൾക്കുള്ള പ്രണയം അത്രയും പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്ത ഏറ്റവും വലിയൊരു സമ്പാദ്യം നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പ്രണയമാണ് എന്നവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ചോയ്സസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കാര്യം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് വരുമ്പോൾ വലിയ തടസ്സങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. പക്ഷേ എങ്കിലും റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ അവർ റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് അവർ തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും നാളും നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് അവരെ പ്രണയിച്ചു, വിശ്വസിച്ചു എന്നെല്ലാം അവർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അർഹിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനായിട്ട് അവർ സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നുണ്ട്, സ്പിരിച്വലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിരുന്നാലും നിങ്ങളെ പോലുള്ളൊരു വ്യക്തിയെ സ്വന്തമാക്കാനും സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാനുമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രയും സന്തോഷകരമായിട്ട് ഈ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. അതുവരെയും ഈ സാഹചര്യങ്ങളോടെല്ലാം അവർ ഫൈറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളോട് എത്ര തന്നെ സെപ്പറേഷനിലായിരുന്നാൽ പോലും അവർ അത്രയും തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നു. ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പാത്തിലൂടെ എങ്കിലും അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് യെസ്, എന്ത് സാഹചര്യത്തിലാണോ അവരിപ്പോഴുള്ളത് ആ ഒരു സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സന്തോഷവാനല്ല അല്ലെങ്കിൽ സന്തോഷവതിയല്ല. അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇത്രയും നാളും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാനാണ് അത്രയും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അനുകൂലമായ ഒരു സാഹചര്യത്തിനായിട്ടാണ് അവരിങ്ങനെ കാത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു കാര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രഗിൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ മനസ്സിലിപ്പോൾ എത്ര നാൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയമാണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കായിട്ട്. അവരധികം എക്സ്പ്രസീവ് അല്ലാത്തൊരു പേഴ്സൺ തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി. പല കാര്യങ്ങളും പലരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, യെസ്, ഹീലർ ഓഫ് ദി ഏജസ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നൊരു കാര്യം, പരസ്പരം ഹീലിംഗ് ആണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് മറ്റൊരാൾ അത്രത്തോളം ഒരു ഹീലറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മീൻസ് അതായത് ഒരാൾക്ക് മറ്റൊരാളുടെ സാന്നിധ്യം അത്രയും ഒരു സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. ആ സാമീപ്യം അത്രത്തോളം പ്രഷ്യസ് ആണ് എന്ന് രണ്ടു പേരും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് അത്രയും ഒരു പ്രഷ്യസ്നെസ് ഈ വ്യക്തി കാണുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. യെസ്, ദേ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളോട് ചിലപ്പോൾ അവർ പറയാൻ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവർ പറയാതിരുന്നതായിരിക്കാം. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ അവർ നിങ്ങളോടതെല്ലാം തുറന്നു പറയണം എന്നാഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ് ഫൈനലിൽ കിട്ടിയിരിക്കുന്നത്. വൺ മോർ കാർഡ്, അവർ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. 21 days ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാകുമെന്ന് തന്നെ
ഇവിടെ വ്യക്തമാണ്, നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതിനൊരു ഫലം ലഭിക്കുമെന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു ഫൈനൽ മെസ്സേജ്. ആണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ആ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. എനിക്ക് വൈറ്റ് കളറിനോട് പ്രത്യേകതരമായിട്ടുള്ള ഇഷ്ടമുണ്ട്. വൈറ്റ് കളർ ഡ്രസ്സസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ ഉണ്ടായിരിക്കാം, റിലേറ്റഡ് ടു യുവർ സ്കിൻ ഓർ ദെയർ സ്കിൻ. ആൻഡ് ഈ വ്യക്തിയോ നിങ്ങളോ ലോയർ ആയിരിക്കാം. ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നൊരു സമയമായിരിക്കാം. തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് ഡിഫറൻസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം. സ്പിരിച്വൽ പാത്ത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സൈൻസ് കാണുന്നുണ്ടാവാം, അതുമല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. ഇത് രണ്ടും പോസിറ്റീവാണ്. നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വ്യക്തിയുടെ വോയിസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവാം, അല്ലെങ്കിലും സാധാരണഗതിയിൽ നിന്നൊരു വേരിയേഷൻ ഉണ്ടാവാം. ആൻഡ് ഈ വ്യക്തി ഒരു കോളേജ് ലെക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം. ഗവൺമെൻറ് ജോബ് ഉള്ളവരാണ്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അതുപോലെ തന്നെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ഉള്ള റിലേഷൻഷിപ്പുമായിരിക്കാം. റെഡ് കളർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അതുപോലെ വയലറ്റ്, ഓറഞ്ച്, യെല്ലോ എന്നീ കളേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട്. ബേർഡ്സുമായിട്ട് ഒരു കണക്ഷൻ ഈ റിലേഷൻഷിപ്പിന് കാണുന്നുണ്ട്. ബേർഡ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, പെറ്റ് ലവർ ആയിരിക്കാം. ഓക്കെ, ലെറ്റർ വൈ, ലെറ്റർ എ, ലെറ്റർ ടി, ലെറ്റർ സി, ലെറ്റർ എച്ച്, ലെറ്റർ പി, ലെറ്റർ എ, ലെറ്റർ ആർ, ലെറ്റർ ജി, ലെറ്റർ കെ, ലെറ്റർ എൻ, ലെറ്റർ യു, ലെറ്റർ ഡി ആൻഡ് ലെറ്റർ എഫ് എന്നീ ലെറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ 21, 39, നമ്പർ 4, 26, 44, നമ്പർ 6, നമ്പർ 8, 46, 33, 37, 23, 43, 11 എന്നീ നമ്പേഴ്സിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അക്വേറിയസ്, പൈസസ്, ലിബ്ര, ക്യാൻസർ, ജെമിനി, സ്കോർപിയോ, ലിബ്ര എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളെയും കാണുന്നുണ്ട്. ഫെബ്രുവരി, മെയ്, ജൂൺ, ഏപ്രിൽ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്പർ 4ന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.